ഹലോ കൂട്ടുകാരെ, ഇന്നത് നമുക്ക് കുറച്ച് നല്ല പച്ച മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ മീൻകാരൻ ചേട്ടൻ വരുന്നത് നോക്കി എല്ലാവരും കാത്തിരിക്കും. പുള്ളി ഒരു ഒച്ചയൊക്കെ എടുത്തോണ്ടേ വരുവുള്ളൂ, അപ്പോൾ അല്ലേ എല്ലാവരും അറിയുള്ളൂ. അപ്പം നന്നായിട്ട് തരുന്നല്ലോ, നല്ല പച്ച മീനും കൊണ്ടുവരും. പുള്ളി മീൻ കൊണ്ടുവന്ന് ഞാൻ രണ്ടായിട്ടൊക്കെ തിരിഞ്ഞു വെച്ചു, അല്ലാതെ ക്ലീൻ ചെയ്യാണ്. ഞാൻ ഈ ക്ലീൻ ചെയ്യുന്ന മീൻ ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് പല്ലിമീൻ, കോരമീൻ എന്നൊക്കെ പറയും. അതൊന്ന് കട്ട് ചെയ്യുകയാണ് ഞാൻ. കത്രികയ്ക്ക് കട്ട് ചെയ്താലേ വേഗം നമുക്ക് എളുപ്പമാണ്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ തലയൊക്കെ അങ്ങോട്ട് ചെകളയൊക്കെ ഒലിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാലില്ലേ വേഗമാണ് വെട്ടിയെടുക്കാനായിട്ട്. 100 രൂപയ്ക്ക് തന്നാണ് കേട്ടോ പുള്ളി. ഇപ്പോൾ ഇച്ചിരി മീൻ ഇച്ചിരി വില കുറവുണ്ടെന്ന് തോന്നുന്നു. നല്ല പച്ചയാണ് പിന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചെടുത്ത് നാളത്തേക്കും വയ്ക്കാം. കണ്ട, ഇതിനെ കൂര എന്ന് പറയും, അല്ലെങ്കിൽ പല്ലിമീൻ. ഇത് കുഞ്ഞയില. ഇതും നല്ലതാണ്, കറി വെച്ചാലും വറുത്താലും ഒക്കെ നല്ലതാണ്. ഉണ്ടോ അയില. അപ്പോൾ കുറച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാം വെട്ടിക്കഴിയതിന് ശേഷം. ഇത് ഈ എടുക്കുന്നതാണ് തോടി എന്ന് പറയുന്ന മീൻ. ഞങ്ങളുടെ നാട്ടിൽ കരളന്തോടി, മാങ്ങാത്തോടി എന്നൊക്കെ പറയും. നല്ല മുള്ളാണ്. ഇതിൻ്റെ ചെതുമ്പൽ കുത്തിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൈ നമുക്ക് ഇതാവും. ചെതുമ്പലൊക്കെ കുത്തി നല്ലപോലെ അടുപ്പിച്ച് വരഞ്ഞ് വറുത്ത് കഴിഞ്ഞാലല്ലേ നല്ല സ്വാദാണ് തിന്നാനായിട്ട്. അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ തോടി ഇങ്ങനെ വെട്ടിയെടുക്കാൻ. അതിൻ്റെ സൈഡിലത്തെ തല അങ്ങോട്ട് അരിഞ്ഞ് കളയാം. അതിൻ്റെ വയറ് വശത്താണ് ഇച്ചിരി നല്ല കട്ടി മുള്ളുള്ളത്. അത് വെട്ടിയെടുത്ത് അതിലൊരു മുട്ട പനിഞ്ഞിരി പോലത്തേക്ക് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ വറുക്കാം. ഉണ്ടാവും. അപ്പം നമ്മളിതെല്ലാം വെട്ടി വൃത്തിയാക്കി മൺചട്ടിയിലിട്ട് കല്ലുപ്പിട്ട് ഉരച്ച് തേച്ച് കഴുകണം. നല്ല മീൻ നല്ല ക്ലിയറായിട്ട് കിട്ടുള്ളൂ. എന്താ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടുണ്ട് മീൻ. അതിതെല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. 1-2 എണ്ണമൊക്കെ ചെറുതലയും ഇതും എല്ലാം കൂടി പൂച്ചയ്ക്കും കൊടുത്തു. പൂച്ചയും മ്യാവും ഇപ്പം അടുത്ത് വന്നിരിപ്പുണ്ട്. ഞാനെല്ലാം കഴുകി വാരി എടുക്കുക. കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. ഇനി ഞാനപ്പോൾ അതിന് കുറച്ചെടുത്ത് വറുക്കാനായിട്ട് എടുക്കും. അത് കുറച്ച് വറുക്കാനും കുറച്ച് കറിക്കും കുറച്ച് നാളത്തേക്കും. അപ്പോൾ ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കണം. അപ്പോൾ അത് നല്ല ഫ്രഷായിട്ടിരിക്കുന്ന അന്നത്തെ മീൻ പോലെ തന്നെ ഇരിക്കും നമ്മളെടുക്കുമ്പോൾ. ഐസ് വെള്ളം ഒഴിക്കാണ്ട് വേണം ഐസ് കളയാൻ. അലിഞ്ഞ് വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കും. ഞാൻ രണ്ടും അപ്പോൾ ഈ കറിക്കുള്ളത് നമ്മൾ നെടുകയൊന്നും ഇങ്ങനെ ഒന്ന് വരഞ്ഞിടണം. അപ്പോൾ ഉപ്പും പുളിയെല്ലാം അതിൽ കയറും മീനിനകത്ത്. എന്നിട്ട് മസാലയൊക്കെ പുരട്ടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് പുരട്ടി തട്ടിപ്പൊത്തി വെക്കണം. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടി. കുറച്ച് വറുത്തില്ലെങ്കിൽ പിള്ളേർക്ക് ചോറ് കഴിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അത് വറുക്കാൻ വെച്ചൊരു സൈഡിൽ. അത് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സമയമൊക്കെ ഏറെ ആയി വരുന്നുണ്ട് വിശപ്പിൻ്റെ. അപ്പോൾ ഒരു അവിയലും ഉണ്ടാക്കി. അപ്പോൾ അതേ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും വേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതൊരു മീൻ കറി ഉണ്ടാക്കി. ആ മീനിനകത്ത് നിന്ന് കുറച്ചെടുത്ത് ഒരു കറി വെച്ചു. അവിയലായി, മീൻ കറിയായി. അപ്പോൾ ചോറെടുത്ത് നല്ല ചൂട് ചോറാണ്. അത് കാരണം കൈ ഇട്ടിട്ട് നല്ല പൊള്ളുന്നു. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത്തിരി എടുത്ത് വെച്ച് കഴിക്കട്ടെ. നിങ്ങളൊക്കെ ഊണ് കഴിച്ച്